ഇസ്രായേൽ എന്ന് പറയുന്നത് നമ്മൾ പലർക്കും അറിഞ്ഞുകൂടാ. ഇവർ നമ്മളിവിടെ ആളുകൾ എടുക്കുന്നത് ഈ പൊളിറ്റിക്കൽ ഇസ്രായേൽ, ഈ ബിബ്ലിക്കൽ ഇസ്രായേലും ഈ സയനിസ്റ്റുകളും ഒന്നാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണയിലോട്ട് കേരളത്തിൽ. അത് നമ്മുടെ ഈ വൈദികരും ദൈവശാസ്ത്രജ്ഞന്മാരും ചെയ്തൊരു അപകടകരമാണ്. കാരണം പുൽപ്പറ്റിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ദൈവശാസ്ത്രം നന്നായിട്ട് പഠിച്ചിട്ട് പ്രസംഗിക്കണം. ഇസ്രായേൽ ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ഓരോ വാക്കുകളും അത് വേദപുസ്തകത്തിൽ ജനങ്ങളെ വീണ്ടെടുക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ അല്ലെന്നും അത് ഇവിടുത്തെ ഹിന്ദുത്വ ഫോഴ്സ് പോലെയുള്ള ഒരു സയനിസ്റ്റ് ദേശീയതയാണെന്നും നമ്മുടെ പലപ്പോഴും അത് മനസ്സിലാക്കുന്നതിൽ കേരളത്തിലെ, ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹം പരാജയപ്പെട്ടു പോയി. വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ് പോലെയുള്ള വലിയ അന്തർദേശീയ എക്യുമെനിക്കൽ ബോഡികളും എല്ലാം, ഈവൻ കത്തോലിക്ക സഭയിലെ വത്തിക്കാൻ പോലും ഈ പ്രശ്നത്തിലെടുത്ത നിലപാട് എന്താ? സയനിസ്റ്റുകൾക്ക് അനുകൂലമാണ്. നമ്മുടെ സാക്ഷാൽ ഫ്രാൻസിസ് മാർപ്പാപ്പ, അദ്ദേഹത്തിന്റെ ദേഹവിയോഗത്തിന്റെ തലേന്ന് ഈസ്റ്റർ ഞായറാഴ്ച ആയിരുന്നല്ലോ. ആ ഈസ്റ്റർ ഞായറാഴ്ച അദ്ദേഹം പ്രസംഗിക്കുന്ന അവസാനത്തെ പ്രഭാഷണത്തിൽ പോലും ഗാസയെ ഓർത്ത്, ഗാസയിലെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് അദ്ദേഹം ലോകത്തോട് വിട പറയുന്നത്. അപ്പോൾ ദിഷ്ണാശാലികളായ ക്രൈസ്തവർ, പുരോഗമന ചേരിയിലുള്ള ക്രൈസ്തവർ ലോകമെമ്പാടും ഈ ഒരു പലസ്തീൻ ഇസ്രായേൽ പ്രശ്നത്തിൽ വളരെ ഒരു പലസ്തീനിലെ കൂട്ടക്കൊലയ്ക്കെതിരെ നിലപാടുകൾ എടുത്തോണ്ടാണ് നിൽക്കുന്നത്. നിങ്ങൾ കെയ്റോസ് പാലസ്തീൻ ഡോക്യുമെന്റ് നോക്കണം, അത് ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. കെയ്റോസ് പാലസ്തീൻ ഡോക്യുമെന്റ് ഇന്ത്യയിലുണ്ട്. കെയ്റോസ് പാലസ്തീൻ ഇന്ത്യ കളക്റ്റീവ് ഉണ്ട്. ഞങ്ങളടക്കമുള്ള നാഷണൽ കൗൺസിൽ ഓഫ് ചർച്ചസ് അടക്കമുള്ള സംഘങ്ങൾ, കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് അടക്കമുള്ള സംഘങ്ങൾ അതിന്റെ ഭാഗമാണ്. എന്നാൽ ഇവിടെ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് ദൈവത്തിന്റെ പുരുഷാരത്തെയാണ് ആക്രമിക്കുന്നത് എന്നുള്ള ഒരു പ്രൊപ്പഗണ്ട ആരെവിടെ പ്രചരിപ്പിക്കുന്നത്? ഇവിടുത്തെ വിഡ്ഢികളായിട്ടുള്ള ചില ക്രൈസ്തവര്. അതിനൊരു തിയോളജിക്കലി ചില പ്രചരണങ്ങളും ഇവിടെ നടക്കുവാണ്. അത് വാസ്തവത്തിൽ ഈ ഇസ്രായേലിന്റെ, ബിബ്ലിക്കൽ ഇസ്രായേലിന്റെയും സയനിസത്തെയും തമ്മിൽ വേർതിരിച്ചറിയാൻ പാടില്ലാത്ത ഒരു അപകടകരമായ ആഖ്യാനത്തിൽ നിന്നുണ്ടാവുന്നതാണ്. സ്വാഭാവികമായിട്ടും അവിടെ ഇസ്രായേലിനെ ഇവിടുത്തെ ഹിന്ദുത്വ ശക്തികൾ പിന്തുണയ്ക്കുമ്പോൾ ഇസ്രായേലിനെ സംരക്ഷിക്കുന്ന എല്ലാവരും ക്രൈസ്തവരെ സംരക്ഷിക്കണമെന്നുള്ള ഇക്വേഷൻ നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ ഇവിടുത്തെ ശത്രുക്കൾ ആരാണ്? ഇസ്രായേലുമായിട്ട് പാലസ്തീൻ കോൺഫ്ലിക്റ്റിൽ ഇവിടുത്തെ ക്രൈസ്തവരുടെ സ്വാഭാവികമായ ശത്രുക്കൾ ഇവിടുത്തെ മുസ്ലിങ്ങളാണ്. പറഞ്ഞു മനസ്സിലായി? അവിടെ ഒരു തിയോളജിക്കൽ നരേറ്റീവ് കൊണ്ടുവരികയാണ്.